ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. നമ്മൾ സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് കണ്ടിന്യൂസും പറഞ്ഞു. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ യൂസസ് ഫസ്റ്റ് യൂസ് ആയിട്ട് പറയുന്നത് ഒന്നാമത്തെ യൂസ് ആയിട്ട് പറയുന്നത് ദ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഡിസ്ക്രൈബ്സ് ആൻ ആക്ഷൻ completed before a certain moment in the past. പാസ്റ്റില് കുറച്ച് നിമിഷം മുന്നേ കഴിഞ്ഞു പോയ ഒരു കാര്യത്തെ കുറിച്ച് വിവരിക്കുന്നതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ദ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഡിസ്ക്രൈബ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലൂടെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യുന്നത് describe an action completed before പൂർത്തിയായ ഒരു പ്രവൃത്തിയാണ്. an action completed before a certain moment in the past. കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ കഴിഞ്ഞത്. before a certain moment in the past. അപ്പൊ കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ കഴിഞ്ഞു പോയ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. അതുപോലെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ മറ്റൊരു ഉപയോഗം പറയുന്നത് when two actions, അതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്. two actions committed in the past, രണ്ട് സംഭവങ്ങൾ പാസ്റ്റിൽ കഴിഞ്ഞു എന്ന് വിചാരിക്കാം. when two actions completed in the past, രണ്ട് ആക്ഷൻസ് പാസ്റ്റിൽ കഴിയുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഫസ്റ്റ് കഴിഞ്ഞതിന്റെ കൂടെയാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കേണ്ടത്. അതാണ് ഇതിൽ എപ്പോഴും ഓർക്കേണ്ടത് കേട്ടോ. when two actions completed in the past, രണ്ട് ആക്ഷൻസ് കഴിയുമ്പോൾ വെർബ് ഇൻ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലെ വെർബ്, അതായത് ഹാഡ് ഒക്കെ ചേർത്തിട്ടുള്ള വെർബ് ഇൻ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് is used for the action completed earlier. ഏറ്റവും ആദ്യം കഴിഞ്ഞ ആക്ഷന്റെ കൂടിയാണ് is used with the action completed earlier. Action completed earlier. ഏറ്റവും ആദ്യം കഴിഞ്ഞ പ്രവൃത്തിയുടെ കൂടെയാണ് ഉപയോഗിക്കുക പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ വെർബ്. അപ്പൊ ഈ കാര്യങ്ങളാണ് നമ്മൾ ഓർക്കേണ്ടത് കേട്ടോ. അതിനൊരു ഉദാഹരണം ഇവിടെ പറയുന്നുണ്ട്. The patient had died before the doctor came. The patient had died. Patient had died before the doctor came.
before the doctor came. അപ്പൊ ഡോക്ടർ വന്നത് പേഷ്യന്റ് മരിക്കുന്നേക്കാളും തൊട്ട് മുന്നാണ്. അപ്പൊ ആദ്യം സംഭവിച്ചത് എന്താ? പേഷ്യന്റ് വന്നതാണ്. അപ്പൊ ആദ്യം സംഭവിച്ചതിന്റെ കൂടെയാണ് നമ്മൾ എന്ത് ചേർക്കുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഹാഡ് പ്ലസ് V3 ഫോം ആണ്. അപ്പൊ ഹാഡ് ഡൈഡ് എന്നുള്ളത് നമ്മൾ അവിടെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ രണ്ട് യൂസസ് ആണ് അവിടെ നമുക്ക് ഓർക്കാനുള്ളത്. അപ്പൊ പാസ്റ്റിൽ കഴിഞ്ഞു പോയ ഒരു കാര്യത്തിന്റെ കൂടെ നമ്മൾ എപ്പോഴും പാസ്റ്റ് പെർഫെക്റ്റ്, തീർച്ചയായും കഴിഞ്ഞു എന്ന് നമുക്ക് ഉറപ്പുള്ളതിന്റെ കൂടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കും. രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം സംഭവിച്ചത് ഏതാണോ അതിന്റെ കൂടെയാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുക. ഇത്രയും രണ്ട് യൂസസ് ആണ്, റൂൾസ് ആണ് നമ്മളിവിടെ ഓർക്കാനുള്ളത്. ഇനി ഇതിന്റെ എക്സസൈസ് ചെയ്യാം. He dash home before 12 o'clock. He dash home. He dash home before 12 o'clock. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് റീച്ച്. അപ്പൊ അത് പാസ്റ്റ് പെർഫെക്റ്റ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുമ്പോ നമ്മൾ എങ്ങനെയാ ഉപയോഗിക്കാം? റീച്ച് എന്നുള്ളത് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോ ഹാഡ് ചേർക്കും. അപ്പൊ ഹാഡ് റീച്ച്ഡ്. He had reached home. He had reached home. Next, they dash not dash their work. They dash not dash their work. They dash not dash their work by 7 p.m. By 7 p.m. ഇവിടെ തന്നിട്ടുള്ളത് കംപ്ലീറ്റ്. അവിടെ എന്താ? They had not completed. വളരെ സിമ്പിൾ ആണ് ഫസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. രണ്ട് കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രം ഒന്ന് ഓർക്കണം എന്ന് മാത്രം. ആദ്യം സംഭവിച്ചത് ഏതാണ് നമ്മൾ ആ സെന്റൻസിൽ നിന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിന്റെ കൂടെയാണ് ഹാഡ് ചേർക്കാൻ പാടുള്ളൂ. അതാണ് അവിടെ ഉപയോഗിക്കേണ്ടത് കേട്ടാ, എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അതിനൊരു ഉദാഹരണം എഴുതാം. The thief dash before the police. ഇവിടെ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്, ശ്രദ്ധിക്കാം കേട്ടാ. Before the police
the thief dash before the police dash. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് രണ്ട് കാര്യങ്ങളാണ്. അപ്പോ രണ്ട് ലെറ്റേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. എസ്കേപ്പ് അറൈവ്. ആദ്യം നടന്നത് ഏത് കാര്യമാണ് നമ്മൾക്ക് അറിയണം കേട്ടോ. എസ്കേപ്പ് അറൈവ്. ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാ? തീഫ് എസ്കേപ്പ് ചെയ്തു ബിഫോർ ദ പോലീസ് അറൈവ്. അതായത് പോലീസ് വരുന്നേക്കാൾ മുന്നേ തീഫ് രക്ഷപ്പെട്ടു എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ആദ്യം നടന്ന കാര്യം എന്താ? കള്ളൻ രക്ഷപ്പെട്ടതാണ് അല്ലെ. അതിന് ശേഷമാണ് പോലീസ് എത്തിയത്. അപ്പൊ നമ്മൾ എസ്കേപ്പ് എന്നുള്ളതിന്റെ കൂടെയാണ് എന്ത് ചേർക്കേണ്ടത്? ഹാഡ് ചേർക്കേണ്ടത്. പാസ്റ്റ് പെർഫെക്റ്റ് ചേർക്കേണ്ടത് ആദ്യം നടന്ന കാര്യത്തിന്റെ കൂടിയാണ്. അപ്പൊ നമ്മൾ ഏതാ ചേർക്കാം? ഹാഡ് എസ്കേപ്ഡ്. അത് കഴിഞ്ഞിട്ട് മറ്റേത് സിമ്പിൾ പാസ്റ്റ് അറൈവ്ഡ് എന്ന് എഴുതാം. ഹാഡ് എസ്കേപ്ഡ്. ഹാഡ് എസ്കേപ്ഡ്. മറ്റേത് അറൈവ്ഡ് സിമ്പിൾ പാസ്റ്റ്. ഇപ്പൊ ഇത്രയാണ്. ഇനി ഇതിന്റെ കുറച്ച് എക്സസൈസ് ചെയ്താൽ ഞാൻ പറയുന്ന എക്സസൈസുകള് നിങ്ങൾ ആരും അയച്ചു തരുന്നതായിട്ട് കാണുന്നില്ല. ടീച്ചറുടെ വാട്സാപ്പിലേക്ക് നിങ്ങൾ ചെയ്തിട്ട് അയച്ചു തരാം. ഈ ഗ്രൂപ്പിൽ ഇടുന്ന ഈ വർക്കുകൾ കേട്ടാ. മുന്നും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ 3-4 നമ്മളുടെ ഈ ടെൻസിന്റെ ഫോം കുറച്ചും കൂടി ഉള്ള കഴിയാറായി. ഇതുവരെ ഒരാളും ചെയ്തിട്ടില്ല. നിങ്ങൾ ചെയ്ത് അയച്ചു തരണം. ടീച്ചർ നമ്പർ ഇവിടെ എഴുതുന്നുണ്ട്. എക്സസൈസ് തരണത് ഇതേപോലെ 3 എക്സാമ്പിൾ തരുന്നുണ്ട്. ബാക്കിയുള്ളത് എക്സസൈസ് ഗ്രൂപ്പിൽ ഇടുന്നുണ്ട് നോട്ടില്. അത് നിങ്ങൾ ചെയ്ത് അയച്ചു തരാം. ഓക്കെ.